അവസാന നിമിഷം നമ്മളെ യാത്ര മുടക്കിയേക്കാവുന്ന, എന്നാൽ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം പ്രവാസികളായ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി വന്നതാട്ടോ. ഇതെല്ലാവർക്കും ഉള്ള വീഡിയോ അല്ല, സ്പെഷ്യലി പ്രവാസികൾക്ക് മാത്രം ഉള്ളതാണ്. അപ്പൊ കാണണം അറിയണം എന്ന് തോന്നുന്ന ആളുകൾ മാത്രം കണ്ടാൽ മതി കേട്ടോ. ലെങ്തി വീഡിയോ ആയിരിക്കും, ഇതെല്ലാവർക്കും ഉള്ള വീഡിയോ അല്ല. പറഞ്ഞു വന്നത്, നമ്മളിവിടുന്ന് പാസ്പോർട്ടൊക്കെ പുതുക്കി നക്കൽമാലുമാത്ത് ചെയ്യുമ്പോൾ പറ്റുന്ന ചെറിയൊരു മിസ്റ്റേക്കാണ്. അതായത് നിലവിൽ നമ്മൾ പുതുക്കിയ പാസ്പോർട്ടിന്റെ നമ്പർ നക്കൽമാലുമാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് നമ്മൾ അടിക്കുമ്പോൾ അതിൽ മാറിപ്പോയേക്കാവുന്ന ഒരൊറ്റ അക്ഷരത്തിന്റെ പേരിൽ നമ്മൾ എയർപോർട്ടിൽ കുടുങ്ങിപ്പോകാം, നമ്മളെ യാത്ര മുടങ്ങിയേക്കാം. അവസാന നിമിഷക്കാണ് നമ്മൾ എയർപോർട്ടിൽ എത്തിയെന്ന് വെച്ചാൽ നമ്മളെ ഫ്ലൈറ്റ് തന്നെ മുടങ്ങിയേക്കാം. ഇന്ന് അത്തരത്തില് ജസ്റ്റ് അരമണിക്കൂർ മുന്നേ നമ്മളെ കൂടെ ഒരാൾ തന്നെ സംഭവിച്ചോണ്ടാണ് ഇപ്പൊ തന്നെ കാര്യങ്ങൾ വന്ന് പറയാനും കരുതി. ഇന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടാളുകൾ പോയിരുന്നു, എയർപോർട്ടിലെത്തി, പിന്നെ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്ത് എമിഗ്രേഷനിലെത്തി. ഒരാൾ കയറിപ്പോയി, രണ്ടാമത്തെ ആള് നിക്കട്ടെ അവിടെയാറും. സ്വാഭാവികമായിട്ടും എമിഗ്രേഷനിൽ നിൽക്കട്ടെ അവിടെയെന്ന് അറിയുമ്പോൾ നമ്മളാ ഒരു വേജാറും വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും മോനോട് ഓഫീസിൽ പോകാൻ പറഞ്ഞു. അവന്റെ പാസ്പോർട്ടും ബോർഡിംഗ് പാസും വാങ്ങിയിട്ട് ഇവരെന്താന്ന് പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അവനോട് കുറച്ചു നേരത്തിന് ഓന് പിന്നെ വേജാറായി. ഓൻ അപ്പൊ തന്നെ വിളിച്ചു, ഇങ്ങനെ വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് വിഷയം എന്ന് ചോദിച്ചു. അപ്പൊ നോക്കിയപ്പോ ഇന്ന് സംഭവിച്ചത് എന്താ വെച്ചാല്, പാസ്പോർട്ടിന്റെ നമ്പറിൽ AI എന്നുള്ളത് നക്കൽ മാലൂമാത്ത് ചെയ്തപ്പോ A1 ആയിട്ടുണ്ട്. അതാണ് സംഭവം. അപ്പൊ മറ്റുള്ള അക്ഷരങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് പിടുത്തം കിട്ടാം, AIയും 1ഉം എന്നുള്ളത്. അപ്പോ സിസ്റ്റത്തിൽ A1 ആണ്, പാസ്പോർട്ടിൽ AI ആണ്. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇതിൽ രണ്ടിലൊന്നാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂറോളം അവിടെ ഓഫീസിൽ ഇരിക്കേണ്ടി വന്നു. ഇന്ന് അവര് യാത്ര മുടങ്ങാതെ രക്ഷപ്പെട്ട എന്താന്ന് വെച്ചാല് 11 മണിക്കുള്ള ഫ്ലൈനാസിന് പോകാൻ വേണ്ടിയിട്ട് അവരിന്ന് റൂമിൽ നിന്ന് ഇവിടുന്ന് വൈകുന്നേരം 7 മണിക്ക് തന്നെ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് നേരത്തെ പോയിക്കോളി, എന്തായാലും നിങ്ങൾ പോകാന്നല്ല, നിങ്ങൾക്ക് വേറെ അവിടെ പരിപാടിയൊന്നും ഇല്ലല്ലോ കാരണം അവരിന്ന് നേരത്തെ പോയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി അവർക്ക് പോകാൻ കഴിഞ്ഞു. പക്ഷെ ഇത് നമ്മളെ എസ്പെഷ്യലി നമ്മളെ സാധാരണക്കാരായ ആളുകൾ, ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. പാസ്പോർട്ട് പുതുക്കി വന്നു, നമ്മളതിന്റെ നക്കൽ മാലൂമാത്ത് ചെയ്തു കഴിഞ്ഞു, നമ്മളെ പാസ്പോർട്ടിൽ വന്നു. പക്ഷെ നമ്മളെ അപ്ഷറിൽ കറക്റ്റ് നമ്പറാണോ കയറിയിരിക്കുന്നത്, ഈ പാസ്പോർട്ടിലെ നമ്പറാണോ കയറിയിരിക്കണമെന്ന് കൂടുതൽ ആളുകളും ചെക്ക് ചെയ്യാറില്ല. ഇത് എവിടെയാണ് പെടല് വെച്ചാൽ നമ്മൾ അവസാന നിമിഷം ചിലപ്പോൾ 11 മണിക്കുള്ള ഫ്ലൈറ്റിന് 9:00 ചില ആളുകൾ എയർപോർട്ടിൽ എത്തുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വൈകി പോയി കഴിഞ്ഞാൽ യാത്ര മുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ, നമ്മൾ പാസ്പോർട്ട് പുതുക്കി കഴിഞ്ഞിട്ട് നമ്മൾ നക്കൽ മാലൂമാത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ജസ്റ്റ് നമ്മൾ അപ്ഷറിലൊന്ന് നോക്കുക, നമ്മളെ പുതിയ പാസ്പോർട്ടിന്റെ നമ്പർ തന്നെയാണോ ഈ അപ്ഷറിലുള്ളതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നോക്കാൻ കഴിയും. നോക്കാൻ കഴിയാത്ത ആളുകളുടെ നമ്മളെ കൂടെ ഉള്ളവരോടൊന്നും പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാവൽസിലോ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ കൊടുക്കുന്ന ട്രാവൽസുകാരോട് തന്നെ ഇതൊന്ന് റീചെക്ക് ചെയ്യോണ്ടെന്ന് പറയാം. ട്രാവൽസുകാരേക്കൻ്റെയൊക്കെയോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകളേക്കോ ചിലപ്പോൾ കെഫീലായിരിക്കും ചെയ്യല്, കെഫീലിന്റെയൊക്കെയോ ഞങ്ങളെ സ്പോൺസറായിരുന്നു ചെയ്തത്, അദ്ദേഹത്തിന്റെ ചെറിയൊരു മിസ്റ്റേക്കാണ് സംഭവിച്ചത്. സംഗതി യാത്ര മുടങ്ങാൻ അത് മതി. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ കേസുകളാണ്. അപ്പൊ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം വിഷയങ്ങൾ ഉണ്ടാവില്ല. അപ്പോ എല്ലാരും പാസ്പോർട്ട് പുതുക്കി വെച്ചോലൊക്കെ ഒന്ന് റീചെക്ക് ചെയ്യാൻ പണിയൊന്നുമില്ല. നമ്മൾ വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിൽ നമ്മളെ പാസ്പോർട്ടിന്റെ നമ്പർ ഉണ്ടാവും. അതേ നമ്പർ തന്നെയാണോ പുതുക്കി വന്ന പാസ്പോർട്ടിൽ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ നമ്മൾ അടിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് മതി നമ്മളെ യാത്ര മുടക്കാൻ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോട്ടില്ലോ. കാരണം ഈ ഇടയായിട്ട് ഇപ്പൊ നമ്മളെ ട്രാവൽ ബാനിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സിം കാർഡ് എനിക്ക് ഇന്നും ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വിളിയോട് വിളിയാണ്, അസ്കർക്ക് എന്റെ ഇങ്ങനെ കുടുങ്ങി അങ്ങനെ കുടുങ്ങി. അതിലെനിക്കൊന്ന് പറയാനുള്ളത്, നമ്മൾ ഒരു ഓഫീസും കയറി ഇറങ്ങി ഇത് ശരിയാക്കി തരാൻ പറ്റുമോ, അവിടെ രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ടോ സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ ഇന്ന ആൾ ഇടപെട്ടിട്ടോ അതൊന്നും ചെയ്യാൻ കഴിയാത്തൊരു കേസാണ്. നമ്മളെ പേരിൽ, നമ്മളെ ഇക്കാമന്റെ പേരിലോ നമ്മളെ പാസ്പോർട്ട് നമ്പറിന്റെ പേരിലോ ഒരു ബാനോ ഒരു ഫൈനോ ഒരു കേസോ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ തീർത്തു പോകലാണ് ഏറ്റവും നല്ലത്. അതിന്റെ പിന്നാലെ ഒരുപാട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ വരും. പക്ഷെ അത്തരത്തിൽ ഒരിക്കലും അതിന്റെ പിന്നാലെ പോകാൻ കഴിവില്ലാത്തയും അറിവില്ലാത്തയും സമയമില്ലാത്തയും ആളുകളായിരിക്കും സാധാരണക്കാരായ ഇവിടെയുള്ള പ്രവാസികൾ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഇത്രയും പെട്ടെന്ന് നമ്മളെ പേരിൽ ചിലപ്പോൾ 500 റിയാലേക്ക് 800 റിയാലേക്ക് 100 റിയാലേക്ക് ചിലപ്പോൾ 1000 റിയാലേക്ക് ആകും. നമുക്കറിയാം ഇത് നമ്മൾ ചെയ്തിട്ടില്ല, നമ്മൾ വിളിച്ചിട്ടില്ല, നമ്മൾ ഇതിന്റെ പിന്നാലെ പോയിട്ടില്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ രക്ഷപ്പെടണോ പോണോ ഇതിൽ നിന്ന് ഊരണോ ഇത് നമ്മളെ ആവശ്യമാണല്ലോ. ഇത് പറഞ്ഞു തരാനും അവിടെ പോയാൽ ചെയ്യാൻ കഴിയും, മറ്റേ കോട്ടിൽ പോയാൽ ചെയ്യാൻ കഴിയും, ഇവിടെ പോയാൽ ചെയ്യാൻ കഴിയുന്ന ഒക്കെ പറഞ്ഞു തരാനും ഒരുപാട് ആളുകളുണ്ടാവും. ഇതിന്റെ പിന്നാലെ ഒരുപാട് നടന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത് ഒരു നിലക്കും നമ്മൾ കഴിച്ചിടാൻ പറ്റൂല. നമ്മളെ പേരുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ ആ പൈസ കൊടുത്ത് നമ്മൾ തടി കഴിച്ചിലാക്കുക.
ഒരുപാട് വഴികളും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ തികച്ചും സാധാരണക്കാരായ നമ്മളെ കൊണ്ട് ഒന്ന് ഇതിന്റെ പിന്നാലെ നടക്കാനുള്ള സമയം ഉണ്ടാവില്ല, രണ്ട് ഇതിന് എവിടെ പോകണം, എന്ത് പറയണം, എന്ത് സംസാരിക്കണം എന്ന് നമുക്കറിയില്ല. നമ്മൾ ഇന്ന് വേറെ ഒരു സ്ഥലത്ത് പോകുമ്പോഴേക്കാരം അത് ഇന്ന സ്ഥലത്താണ് അറിയാം, നമ്മൾ സെവന്റെ ഒരു ഓഫീസിൽ പോകുമ്പോഴേക്കാരം ഇത് മെയിൻ ഓഫീസിൽ പോകണമെന്ന് അറിയാം, മെയിൻ ഓഫീസിൽ പോകുമ്പോഴേക്കാരം ബ്രാഞ്ച് ജിദ്ദിലാണെന്ന് അറിയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അതിന്റെ ബാക്കിൽ ഇങ്ങനെ മണ്ടിപ്പാഞ്ഞ് നടക്കല്ലാതെ ക്ലിയർ ആയി കിട്ടാൻ വളരെ പ്രയാസമാണ്. ക്ലിയർ ആയി കിട്ടിയാൽ വളരെ ചുരുക്കമാണ് കേട്ടോ. ആയി കിട്ടിയ ആളുകളൊക്കെ ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല, പക്ഷെ എല്ലാരെ കൊണ്ടും അതിന് കഴിഞ്ഞു വരും. നിസ്സാര കേസാണ്. എയർപോർട്ടിൽ തന്നെ മിക്കവാറും ഇത് ശരിയാക്കി കൊടുക്കലും ഉണ്ട്. പക്ഷെ നമുക്കറിയാലോ, നമ്മളൊരു കട്ടക്കാലത്തിനല്ലേ, നമ്മളൊരു കരയപ്പയാന്നൊക്കെ പറയില്ലേ പഴയ ആളുകള്, ആ ഒരു സമയത്തേക്കാരം ചിലപ്പോ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ മൂഡ് മാറി ഉണ്ടാവും. ചിലപ്പോ സിസ്റ്റം ഡൗൺ ആണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കഥ. നമ്മളെ യാത്ര മുടങ്ങാൻ അത് മതി. ഇത്രയും പെട്ടെന്ന് നമ്മളെ പേരിൽ ഒരു കേസോ ഒരു ബാനോ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് നമ്മളെ തടി കഴിച്ചു. മാലുമാത്തിന്റെ കാര്യം മറക്കണ്ട. നക്കൽ മാലുമാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട് പുതുക്കി കഴിഞ്ഞാൽ നമ്മളെ നിലവിലുള്ള സിസ്റ്റത്തിലുള്ള പാസ്പോർട്ട് നമ്പർ ആവുമല്ലോ പുതുക്കി വരുമ്പോ. അപ്പൊ ആ പാസ്പോർട്ട് നമ്പർ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നതിനാണ് നക്കൽ മാലുമാത്ത് എന്ന് പറയാം. ഇനിയിപ്പോ ഇംഗ്ലീഷിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല, അറിയുന്നുള്ളൊന്ന് കമന്റ് ചെയ്തിട്ടില്ലേ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ചെറിയ കേസാണ്. ഇപ്പൊ ഒരു 1.5 മണിക്കൂർ എയർപോർട്ടിൽ അതിന്റെ പിന്നാലെ മണ്ടിപ്പാഞ്ഞ് വരികയാണ്. തൽക്കാലം എയർപോർട്ടിൽ നേരത്തെ എത്തിയോണ്ട് രക്ഷപ്പെട്ടു. ഒരു പക്ഷേ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ മുന്നേ എയർപോർട്ടിൽ എത്തിയ ആളാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, യാത്ര മുടങ്ങിയിരുന്നു, ഫ്ലൈറ്റ് മിസ്സായിരുന്നു, ഒരു ടിക്കറ്റ് എടുക്കേണ്ടി വരും, പിറ്റേ ദിവസം പോകേണ്ടി വരും. അതാണ് സംഗതി. അപ്പോൾ ചെറിയ ചെറിയ ശ്രദ്ധകൾ മൂലം അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഗതികൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ക്ലിയർ ആക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.